കൃത്യമായി രാഷ്ട്രീയം തുറന്നു പറയുന്ന കലാസൃഷ്ടികൾ ഹൈന്ദവ തീവ്രവാദികളെ എന്നും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് എമ്പുരാൻ. എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള സംഘപരിവാർ ആക്രമണത്തിൽ സിനിമയ്ക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും പിന്തുണയുമായി കലാരാഷ്ട്രീയ സാംസ്കാരിക ലോകം രംഗത്ത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെ RSSന്റെയും സംഘപരിവാറിന്റെയും കടന്നാക്രമണം അത്യന്തം ആശങ്കാജനകമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇത് നമ്മുടെ സമൂഹം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ സംഘപരിവാറിൻ്റെയും RSSന്റെയും ഈ കടന്നാക്രമണം, എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായിട്ടുള്ള കടന്നാക്രമണം, ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്ക് നേരെ ഭീഷണി മുഴക്കുന്ന സ്ഥിതിവിശേഷം, ഇത് അത്യന്തം ഉത്കണ്ഠാജനകമാണ്. സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്ന സമീപനമാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതെന്നും സിനിമ എടുക്കുന്നവരെ രാജ്യദ്രോഹിയാക്കുക എന്ന പ്രവണത ശരിയല്ലെന്നും മന്ത്രി P. രാജീവ്. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ആ സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കേണ്ട സമീപനം. ഒരു സിനിമ നടത്തുമ്പോൾ അത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കും, ആ നിലപാട് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. തന്റെ ഇടത്തോടെ എമ്പുരാൻ സിനിമയെടുത്ത പൃഥ്വിരാജിനെ അഭിനന്ദിക്കുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമ. അതിൻ്റെ ടെക്നോളജി വളരെ കാണേണ്ടതാണ്. തൻ്റെ ഇടത്തോടു കൂടി ഇങ്ങനത്തെ സിനിമ നിർമ്മിച്ച പൃഥ്വിരാജിന് ഒരു അഭിവാദ്യം ഞാൻ അർപ്പിക്കുക. എന്തുകൊണ്ടാണ് എമ്പുരാൻ കത്തിവെക്കലിന് ഇരയാകുന്നതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഫേസ്ബുക്കിൽ കുറിച്ചു. മുസ്ലിങ്ങൾ ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് യാഥാർത്ഥ്യമെന്നും അവരെല്ലാം ഫ്ലൂ വന്നാണ് മരിച്ചതെന്ന് ആർക്കും പറയാനാവില്ലല്ലോ എന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP കൂട്ടിച്ചേർത്തു. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച് നടൻ ആസിഫ് അലി സിനിമയെ സിനിമയായി കാണണമെന്നും ന്യായം എവിടെയോ അതിനൊപ്പം നിൽക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക, അതെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് നേരിട്ട് അഭിപ്രായം പറയാൻ ധൈര്യമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യുന്നത് ഒളിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പറയുക, ഒളിച്ചിരുന്ന് കല്ലെറിയുക എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു വകഭേദമാണ് പല സമയത്തും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.